ചിറ്റാരിക്കൽ ഉപജില്ല കലാമേള സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 3, 4, 5, 6 തീയതികളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഏതാണ്ട് 16ഓളം കമ്മിറ്റികൾ ഇവിടെ ഫോം ചെയ്യുകയും വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം ഇപ്പോൾ കമ്മിറ്റികളുടെ ഒരു ക്രോഡീകരണം നടന്നു, ഒരു എവാലുവേഷൻ നടന്നു. അപ്പോൾ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പിഴവുകളെല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് കലാവയൽ ദേശം അറിയപ്പെടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കലാമാമാങ്കത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പലാവയൽ സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം നടത്തപ്പെടുന്നു. LP മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഏതാണ്ട് 3500 മുതൽ 4000 കുട്ടികൾ വരെ പാർട്ടിസിപ്പേഷൻ ഈ 4 ദിവസങ്ങളായിട്ട് നടക്കപ്പെടുന്നുണ്ട്. 6 സ്റ്റേജുകളിലാണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഇവിടെ നടക്കപ്പെടുന്നത്. ഇതിന്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സ്കൂളിന്റെ ഈ ഏരിയ തന്നെയാണ് മെയിൻ സ്റ്റേജ്. ഓരോ സ്റ്റേജുകളിലേക്കുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ഇവന്റുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി പ്രോഗ്രാമിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റേജ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ, അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സംഘാടക സമിതി ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം അതുപോലെ തന്നെ എയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നമുക്കറിയാം കലോത്സവത്തിന്റെ ഖജാൻജി എന്ന് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ആണ്. എയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ PTA സ്വാമിയുടെ നേതൃത്വത്തിൽ PTA ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഈ നാടിന്റെ ഒരു തൊട്ടറിയുന്ന ഒരു ഉത്സവമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഈ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP അവറുകളാണ്. 4-ാം തീയതി 11 മണിക്കാണ് ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായിട്ട് നടക്കപ്പെടുന്നത്. അത് മെയിൻ സ്റ്റേജിൽ വെച്ചാണ് നടക്കപ്പെടുന്നത്. അന്നേ ദിവസം നമുക്കറിയാം ഈ MP ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും ഈ മേളയിലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി തന്നെ ഈ മേള ഏറ്റവും ഭംഗിയായിട്ട് വിജയിപ്പിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടും പറയാനുള്ള ഈ കലോത്സവ നഗരിയിൽ ഒരു ഡിജിറ്റൽ LED സ്ക്രീൻ കുട്ടികളുടെ ഓരോ സ്കൂളിന്റെയും പോയിന്റ് നിലവാരം പ്രസന്റ് ചെയ്യുന്ന ഒരു LED സ്ക്രീൻ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ സൗജന്യമായിട്ട് കേരള വിഷന്റെ ഒരു വൈഫൈ സൗജന്യം 3 സോണുകളിലായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കലാമേളയോട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ റിസൾട്ടാണ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം പ്രോഗ്രാം കമ്മിറ്റിയിൽ ഓഫീസിലേക്ക് റിസൾട്ടിനായിട്ട് കുട്ടികൾ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് വേണ്ട രീതിയിൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം, റിസൾട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു QR കോഡ് ഈ പത്രക്കുറിപ്പിന്റെ അടിയിലുണ്ടാവും. എല്ലാ സ്കൂളിന്റെയും മെയിൻ ഓപ്പണിംഗിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന്റെ റിസൾട്ടുകളെല്ലാം അപ്പം നമുക്ക് കിട്ടാൻ സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ആ രീതിയിലൊരു സംവിധാനം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ റോഡ് സാർ ഇവിടെ ആയിരിക്കുന്നതാണ്. സാർ അദ്ദേഹം ഒരു ടൂർ പ്രോഗ്രാമിൽ കുട്ടികളെ കൊണ്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അനീഷ് സാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്വാമി അറക്കൽ, മാനേജരച്ചൻ, ഇവരെല്ലാവരുടെയും കൂടെ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരുടെയും കൂടെ ഉള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫർട്ടാണ് ഈ മേളയുടെ വിജയമായിട്ട് മാറാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ നമുക്കൊക്കെ സന്തോഷത്തിന്റെ ഒരു ദിനമായിട്ട് ഇത് മാറാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളവരെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജനറൽ കൺവീനർ മേളയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്കിവിടെ കലോത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കലാമേളയോടൊപ്പം തന്നെ അറബിക് മേളയും അതുപോലെ തന്നെ സംസ്കൃതോത്സവവും, ഇത് 3 മേളകളാണ് ഒരേ സമയത്ത് ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ അത് അറബിക് മേള വേറെയായിട്ടും സംസ്കൃതോത്സവം വേറെയായിട്ടും നടക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കലോത്സവം നടക്കുകയാണ്. 3-ാം തീയതി ആദ്യത്തെ ദിവസം നമുക്ക് ഓഫ് സ്റ്റേജ് ഇനങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുന്ന 4-ാം തീയതിയാണ് നമ്മൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്.
സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു നാമമാത്രമായ ഒരു തുക നമുക്ക് ഈ മേള നടത്തിപ്പിനായിട്ട് തരും. ബാക്കിയൊക്കെ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്തു തന്നെ ആയാലും പലാവയൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ പലാവയലുകാർ മേളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കാലാവസ്ഥ കൂടി അനുകൂലമായ രീതിയിൽ നമുക്ക് ഈ മേള നടത്തി തീർക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേളയുടെ നടത്തിപ്പുമായി വരുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ ഹൃദ്യമായ വരവേൽപ്പുണ്ടാവും, ഹൃദ്യമായ സഹകരണം ഉണ്ടാകും എന്നുള്ളത് വളരെ എന്താ പ്രതീക്ഷയുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ നമുക്ക് ഈ മേളയെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയട്ടെ എന്ന്. നവംബർ മാസം ആദ്യ വാരത്തിൽ നടക്കുന്ന ഈ കലോത്സവത്തിന്റെ നടത്തിപ്പിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ കൃത്യമായും ആത്മാർത്ഥതയോടെ നടത്തുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പാലാവയലിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് എന്തൊരു കാര്യം നടത്തിയാലും അതിൽ 100% സഹകരണമുള്ള ഒരു നാട്ടുകാരാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. അത് ഏത് കാര്യമാണെങ്കിലും, ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും, ആഘോഷങ്ങളാണെങ്കിലും, ഉത്സവങ്ങളാണെങ്കിലും അതിലെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോടെ സഹകരിക്കുന്നതോടൊപ്പം തന്നെ അത് അവരുടെ സ്വന്തമായി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു നല്ല ആത്മാർത്ഥമായ സഹകരണമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ചോ മറ്റൊന്നും ഒരു ആശങ്കയോ ഒന്നുമില്ല. ആകെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാറാത്ത മഴക്കാലമാണ്. എങ്കിലും ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടത് ഒരിക്കൽ തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇതിന്റെ നടത്തിപ്പിനായി 16ഓളം കമ്മിറ്റികൾ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജീകരിച്ചു. അവരെല്ലാം അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് വിലയിരുത്തുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട എഇഒയെയും അതുപോലെ പ്രിൻസിപ്പൽ സാറിനെയും PTA കമ്മിറ്റി അംഗങ്ങളെയും ഹെഡ് മിസ്റ്റേഴ്സ് 2 പേര് എൽപിയിലെയും ഹൈസ്കൂളിലെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഈ മേള വളരെയധികം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. 2025-26 അധ്യയന വർഷത്തെ കുറ്റാരക്കൽ ഉപജില്ലാ കലോത്സവത്തിന് 3-ാം തീയതി തുടങ്ങി തിരിതെളിയുകയാണ്. അതിന് മുന്നോടിയായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഈ പലാവയൽ നാടിൻ്റെയും സമ്പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലാവയലിന് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന അവിസ്മരണീയമായ ഒരു കലോത്സവങ്ങൾ നമുക്ക് സമ്മാനിക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് 2025-26 ഉപജില്ലാ കലാമേള പാലാവയൽ 6 വരെ നടത്തുകയാണ്. ഈ നാട്ടിലെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടുകൂടി ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും മികച്ച രീതിയിൽ ഈ 4 ദിവസങ്ങൾ നടക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നതോടും എല്ലാവരുടെയും സഹകരണം ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴ.